ഉടനെ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വമാ മുൻകറും വനകീറുൻ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകർ നകീർ എന്താണ് നബിയേ? നല്ലപോലെ കേട്ടോ, നബി തങ്ങൾ പറഞ്ഞു തരാവും മുൻകർ നകീർ ആരാ. ഫത്താനാൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന രണ്ടുപേരാണ്. അല്ലാഹ് ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ചോണേ. പ്രസംഗം തീർന്നു, നിർത്തുക. മുൻകർ നക്കീറിനെയും അസ്രായി മുൻകർ നക്കറിനെ മലക്കുൽ മൗത്തിനെയും കൂടെ ഇന്ന് ആ രൂപമൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒറ്റക്കിരുന്ന് ആലോചിച്ചോളി. ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് തിന്നണോ വേണ്ടാന്ന് തീരുമാനിച്ചു. ഖബറിനകത്തേക്ക് കൊണ്ടുവെക്കുമ്പോ മുൻകർ നക്കീറിനെ കുറിച്ച് നബി തങ്ങൾ പറയുകയാണ്, ഫത്താനാൽ ഖബരി, ഖബറിൽ ഫിത്ന ഉണ്ടാക്കുന്ന രണ്ടുപേരാണത്. യബ്ഉസാനിൽ അർള യഹ്റുസാനിൽ അർള ബിയൻയാബിഹിമാ. അവരെങ്ങനെയാണ് ഖബറിലേക്ക് വരുന്നതെന്നറിയുമോ? രണ്ട് തേറ്റപ്പല്ലുകൾ നീട്ടിക്കൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് അവർ ഖബറിലേക്ക് വരിക. ഉമറേ, തേറ്റപ്പല്ലുകൾ കൊണ്ട് നീളത്തിലുള്ള തേറ്റപ്പല്ലുകൾ. ആനയുടെ തുമ്പിക്കൈ ചെറുതാണ്, ആനയുടെ കൊമ്പ് ചെറുതാണ്. ഇതേപോലെ രണ്ട് തേറ്റപ്പല്ലുകൾ നീളത്തിലുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ ഭൂമിയെ ഇളക്കി മറിച്ചിട്ട് ഖബറിലേക്ക് വരും. അവരുടെ കാലിന്റെ അടിഭാഗം വരെ മുടി ഇങ്ങനെ ജടപിടിച്ച് കിടക്കുമത്രേ. അത് ചവിട്ടി മെതിച്ചു കൊണ്ടുവരികയാണ്. അസ്വാതുഹുമാ കർറഅദിൽ ഖാസിഫ്, അവരുടെ ശബ്ദമോ ഇടിമുഴക്കം പോലുള്ള ശബ്ദമാണ്. അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിഫ്, അവരുടെ കണ്ണിന്റെ ഇമകളോ ആ കണ്ണിൽ നിന്ന് നിർഗളിക്കുന്ന വെളിച്ചമോ ഭയങ്കരമായ മിന്നലായിരിക്കും. അത് തീജ്വാല പോലെയുള്ളതായിരിക്കും. അത് വമഅഹുമാ മിർസബത്തും മിൻ ഹദീദ്, അവരുടെ രണ്ടുപേരുടെ കൈകളിലും ഭയങ്കരമായ ദണ്ഡുണ്ടായിരിക്കും. ഈ ദണ്ഡിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണേ ഉമറേ. അവരുടെ രണ്ടുപേരുടെ കൈവശമുള്ള ദണ്ഡെന്ന് പറഞ്ഞാൽ കേവലം സാധാരണ ഒരു ചുറ്റിക പോലെയല്ല. അത് ലൗ ഇജ്തമഅ അഹ്ലും മിന്നീ, എന്റെ സമുദായം മുഴുവനും ഒന്നടങ്കം തീരുമാനിക്കുകയാ ഈ മുൻകറിന്റെയോ നക്കീറിന്റെയോ കയ്യിലുള്ള ഈ ദണ്ഡൊന്ന് ഉയർത്താൻ തീരുമാനിച്ചാൽ ലം യഖ്ദിറൂ റഫഅഹാ, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യരൊന്നടങ്കം തീരുമാനിക്കുന്നു മുൻകറിന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ഈ ദണ്ഡൊന്ന് ഉയർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിന് ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുത്തായ വാക്കാണിത്. ഈ സമുദായം മുഴുവനും ഒന്നടങ്കം ഈ ദണ്ഡൊന്ന് ഉയർത്താൻ തീരുമാനിച്ചാൽ ലം യഖ്ദിറൂ റഫഅഹാ, അതുയർത്താൻ കഴിയില്ല ഉമറേ, ഉയർത്താൻ കഴിയില്ല ഉമറേ. ഹബീബായ തങ്ങളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടിയിലേക്ക് നബി തങ്ങൾ നോക്കിയിട്ട് ഉമറിനോട് പറയുകയാണ്, ഹിയ ഐസറുഹുമാ മിൻ അസായാ ഹാദീ, എന്റെ കയ്യിലുള്ള ഈ വടിയേക്കാൾ മുൻകറിനും നക്കീറിനും അത് എളുപ്പമാണ്, എളുപ്പമാണ്, എളുപ്പമാണ് ഉമറേ. അങ്ങനെ രണ്ടുപേർ നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ ഫഅയ്ഖലാക, നിന്നെ വിളിച്ചുണർത്തും, വഅജ്ലസാക, നിന്നെ അങ്ങനെ ഇരുത്തും, വസഅലാക, നിന്നോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. അപ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഖബറിനെ കുറിച്ച് ചിന്തിപ്പിക്കുകയാ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു,